ബന്ദികളെ വിട്ടുകിട്ടുന്നതിനായി ഹമാസ് തീവ്രവാദികളുമായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും പ്രഖ്യാപിച്ചു. താൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ 130ഓളം ബന്ദികളെ കഴിഞ്ഞ 2 മാസം മുമ്പ് വിട്ടയച്ചിരുന്നു. മറ്റുള്ളവരെയും വിട്ടയക്കാനുള്ള വഴി തങ്ങൾക്കറിയാം എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിനൊരു പ്രാധാന്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ചത്. ഏതാണ്ട് 40 മിനിറ്റോളമാണ് ഇരു നേതാക്കളും തമ്മിൽ സംഭാഷണം നടത്തിയത്. 27 ദിവസങ്ങൾക്ക് ശേഷമാണ് ജോ ബൈഡൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിക്കുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആദ്യം അമേരിക്ക മുന്നോട്ട് വെച്ച പല സമാധാന നിർദ്ദേശങ്ങളും ഇസ്രായേൽ നിരസിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇസ്രായേലിനോട് നീരസം വന്നു തുടങ്ങിയോ എന്ന് പോലും പലരും സംശയം പ്രകടിപ്പിച്ചിരുന്ന ഒരു സമയത്തായിരുന്നു ജോ ബൈഡൻ അദ്ദേഹത്തെ ഫോൺ ചെയ്യാതെയും ഇരുന്നത്. പിന്നീടാണ് ജോ ബൈഡൻ നെതന്യാഹുവിനെ ഫോൺ ചെയ്യുകയും ഒരുപക്ഷെ ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ നീളുകയും ചെയ്യും എന്ന വിശ്വാസവും അമേരിക്കൻ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. പക്ഷേ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നെതന്യാഹു വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല, പ്രത്യേക ഇസ്രായേൽ രാഷ്ട്രം എന്ന സങ്കല്പം തന്നെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലൊന്ന് ഇതായിരുന്നു. 2 രാജ്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക്, 2 രാഷ്ട്രങ്ങൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് അമേരിക്ക നിർദ്ദേശിച്ചിരുന്നു. അന്ന് ഒരുപക്ഷെ സംഭാഷണങ്ങളിൽ നെതന്യാഹു കുറച്ച് അനുകൂല നിലപാട് ഒരുപക്ഷെ ഇതിനോട് സ്വീകരിച്ചിരുന്നതായി പിന്നീട് നമുക്ക് തോന്നിയിരുന്നു. എങ്കിലും ഇപ്പോൾ സ്വന്തം നിലപാട് വളരെ കൃത്യമായി നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു കാരണവശാലും ഹമാസ് തീവ്രവാദികളായ ഒത്തുതീർപ്പിനില്ല. ഒപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു പ്രത്യേക രാജ്യം എന്ന സങ്കല്പവും തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന്. അതിനിടെ ഈജിപ്തും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ചർച്ച നടത്താനും അതുപോലെ തന്നെ ഈ സമാധാനം കൈവരിക്കാനും ഗാസയിൽ ഒത്തുതീർപ്പുണ്ടാക്കാനും ഒക്കെ തന്നെ ഇസ്രായേലിന്മേൽ പലപ്പോഴും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു അന്താരാഷ്ട്ര തലങ്ങൾ വഴി. പക്ഷേ അതൊന്നും തന്നെ അംഗീകരിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ. നമ്മളൊരു കാര്യം ഓർക്കണം, കഴിഞ്ഞ ആഴ്ച നെതന്യാഹു വേറൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. 2025 വരെ യുദ്ധം നടത്തിയാലും ഒരു കാരണവശാലും ഹമാസിന് കീഴടങ്ങുകയില്ല, അവർ പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കുകയില്ല എന്ന്. മാത്രവുമല്ല, ഗാസയിൽ പൂർണ്ണമായും തങ്ങൾ ഇസ്രായേൽ സൈന്യം അവിടെ നിലയുറപ്പിക്കാനുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോഴും നെതന്യാഹു മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും, അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കണം വേണ്ടത് എന്ന രീതിയിലാണ് നെതന്യാഹു വീണ്ടും ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഹമാസ് തീവ്രവാദികളാകട്ടെ ഇനിയും പല ബന്ദികളെയും വിട്ടയച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, ചില ബന്ദികൾ ഇതിനകം വധിക്കപ്പെട്ടതായി പോലും അവർ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ ജനങ്ങൾ പോലും ഇപ്പോൾ പലപ്പോഴും ഇത് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ നെതന്യാഹു ആകട്ടെ ഒരു തരത്തിൽ ഈ തീവ്രവാദികളുമായി ഒത്തുതീർപ്പിനില്ല എന്ന നിലപാട് തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് അമേരിക്കയുടെ നിലപാട് ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കയുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്.